ഹാഫിസ് സയ്യിദിൻ്റെ വീട്ടുപടിക്കൽ ഏതു നിമിഷവും ഒരു അജ്ഞാതൻ എത്തിച്ചേരുകയും ബൈക്കിലെത്തുന്ന ഈ അജ്ഞാതൻ ഒരുപക്ഷെ ഹാഫിസ് സയ്യിദിൻ്റെ ജീവൻ അബൂ ഖത്തലിനെ പോലെ കവർന്നുകൊണ്ടു പോകുമെന്നുള്ള ഭയമാണ് ISIയെയും പാകിസ്ഥാൻ സൈനിക വിഭാഗത്തെയും അങ്ങേയറ്റം ഭയപ്പെടുത്തുന്നത്. പാകിസ്ഥാൻ സർക്കാരിനെ സംബന്ധിച്ച് ഇത് വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ്. റോയും NIAയും അതുപോലെ തന്നെ സംയുക്ത സൈനിക സന്നാഹവും ഒക്കെ തന്നെ പാകിസ്ഥാനെ ലക്ഷ്യം വയ്ക്കുമ്പോൾ ഇതുവരെ ഒളിഞ്ഞും തെളിഞ്ഞുമായിരുന്നു നീക്കങ്ങൾ നടത്തിയതെങ്കിൽ ഇനിയിപ്പോൾ നേരിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് തയ്യാറെടുക്കാനായി പാകിസ്ഥാൻ വെമ്പലുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏത് തിരിച്ചടിയെയും നേരിടുമെന്ന് വെറുതെ വീരവാദം മുഴക്കി നടക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ തുനിഞ്ഞൊന്നിറങ്ങിയാൽ ഹാഫിസ് സയ്യിദ് എന്നല്ല പാകിസ്ഥാന്റെ തന്നെ പല പ്രമുഖ നേതാക്കളും ഇതിനോടകം തന്നെ മണ്ണിനടിയിലാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ഈ സാഹചര്യത്തിൽ നൽകേണ്ടത്. പഹൽഗാമിലെ സൂത്രധാരനെ തേടി അങ്ങനെ ഒരു അജ്ഞാതൻ എത്തുമോ എന്നുള്ള ഭയം പാകിസ്ഥാനെ അങ്ങേയറ്റം അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ വിരുദ്ധതയും ഭീകരവാദത്തിന് കുടപിടിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന പലരും ഈ അടുത്ത കാലത്ത് പല സമയങ്ങളിലായി അജ്ഞാതരാൽ കൊല്ലപ്പെട്ടിരുന്നു, അജ്ഞാത ആക്രമണത്തിലൂടെ കൊല്ലപ്പെട്ടിരുന്നു. മറുഭാഗത്ത് BLAയുടെ ആക്രമണത്തിലൂടെ കൊല ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ആരാണ് കൊന്നതെന്നും പോലും കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ ഏറെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മരിച്ചവരൊക്കെ തന്നെ ഇന്ത്യക്ക് തലവേദന സൃഷ്ടിച്ചവരാണ്. പാകിസ്ഥാൻ ആകട്ടെ ചെല്ലും ചെലവും കൊടുത്ത് നടത്തിയ കൊടും ഭീകര പട്ടികയിൽ ഉൾപ്പെട്ടവരൊക്കെ തന്നെ. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ തിരിച്ചടി ഭയക്കുന്ന പാകിസ്ഥാനിൽ കൊടും ഭീകരനായിട്ടുള്ള ലഷ്കർ-ഇ-തയ്യിബ തലവനായിട്ടുള്ള ഹാഫിസ് സയ്യിദിന്റെ മരണ വാറണ്ട് തന്നെയാണ് അച്ചടിച്ചിറക്കിയിരിക്കുന്നത്. ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ ശക്തമാക്കാൻ പാകിസ്ഥാൻ സർക്കാർ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു. 24/7 സമ്പൂർണ്ണ സുരക്ഷ 4 ഇരട്ടിയോളം വർദ്ധിപ്പിച്ച വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഏവരും കണ്ടത്. ഹാഫിസ് സയ്യിദിന് വേണ്ടി വലിയ സന്നാഹങ്ങൾ തന്നെയാണ് അവിടെ ഒരുക്കിയത്. അതിൻ്റെ സാറ്റലൈറ്റ് ചിത്രങ്ങളടക്കം ദൃശ്യങ്ങളടക്കം നമ്മളേവരും കണ്ടതാണ്. ഈ സാഹചര്യത്തിലാണ് ഹാഫിസ് സയ്യിദുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ വീണ്ടും വലിയ തോതിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. 1960 സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യ മരവിപ്പിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഹാഫിസ് സയ്യിദ് തന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ വാചകങ്ങൾ ഏറ്റവും അധികം വൈറലായി ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതും ഹാഫിസ് സയ്യിദിന് തന്നെ അത് വലിയ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുന്നതും. എന്തായിരിക്കും ഇനി സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ വലിയ ആകുലതയാണ് പാകിസ്ഥാൻ പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ പാകിസ്ഥാന്റെ വെള്ളം തടയാനായി ശ്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മിണ്ടാതിരിക്കുമെന്നാണോ കരുതിയത്? കേൾക്കൂ, ഞങ്ങളുടെ വെള്ളം നിങ്ങൾ തടയാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ശ്വാസമായിരിക്കും ഞാൻ തടയുന്നത്. ഈ നദികളിലൂടെ ഇനി ഒഴുകുന്നത് വെള്ളമായിരിക്കില്ല, മറിച്ച് നിങ്ങളുടെ ഒക്കെ തന്നെ രക്തമായിരിക്കുമെന്നാണ് ഹാഫിസ് സയ്യിദിന്റെ മുൻപ് നൽകിയ മുന്നറിയിപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കടക്കം ഈ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നരേന്ദ്രമോദിയുടെ ജീവനെതിരായിട്ടുള്ള ഭീഷണി വരെ അതിനിടയിൽ ഉയർത്തിയിരുന്നു. എന്നാൽ അതിനെയൊക്കെ തന്നെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് അതിശക്തമായ തലക്കേറ്റ പ്രഹരമായി തന്നെയാണ് പാകിസ്ഥാന്റെ കഴുത്തിന് പിടിച്ചുകൊണ്ട് ഇന്ത്യ ഈ ഡിപ്ലോമാറ്റിക് വാറിലേക്ക് കടന്നിരിക്കുന്നത്. നയതന്ത്രപരമായ ആദ്യഘട്ട യുദ്ധം ഇന്ത്യ തുടങ്ങി വെച്ചിരിക്കുന്നു. ഇനിയുള്ളത് നരനായാട്ട് തന്നെയാണ്, വേട്ട തന്നെയായിരിക്കും. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ സൈന്യവും. അതനുസരിച്ചുകൊണ്ട് 24 മണിക്കൂറും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഹാഫിസ് സയ്യിദിന്റെ വീടിനടുത്ത് തന്നെ ഒരു പള്ളിയും സുഖ സൗകര്യങ്ങളോടുകൂടിയ പാർക്കും പുറത്തുപോലും ഇറങ്ങേണ്ടാത്ത രീതിയിൽ സുഖങ്ങൾ അനുഭവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തുറങ്കലിനകത്തുള്ള സൗകര്യങ്ങളും ഒരുക്കിയാണ് ഇന്ത്യ തേടുന്ന കൊടും ഭീകരനെ പാകിസ്ഥാൻ ഒളിപ്പിച്ചിരിക്കുന്നത്. പഹൽഗാം ആക്രമണത്തിൽ നീതിയുക്തമായ അന്വേഷണം വേണമെന്ന് അന്താരാഷ്ട്ര തലത്തിൽ പോലും ആവശ്യപ്പെടുന്ന പാകിസ്ഥാൻ ആകട്ടെ മുംബൈ ഭീകരാക്രമണത്തിലടക്കം ഏറ്റവും ഒടുവിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിലെ തന്നെ സൂത്രധാരനെന്ന് സംശയിക്കുന്ന ഹാഫിസ് സയ്യിദിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സംരക്ഷിച്ച് കവചമൊരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യൻ സൈന്യത്തെ പേടിച്ചാണ് ഇത്രയധികം സുരക്ഷ കൂട്ടിയിരിക്കുന്നതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സൈന്യത്തിന്റെ നീക്കം, സൈന്യത്തിന്റെ അടുത്ത നോട്ടം ഹാഫിസ് സയ്യിദ് താനെന്നുള്ള കൃത്യമായ സൂചന കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഇനി എവിടെയൊക്കെ ആയിരിക്കും ഇന്ത്യൻ സൈന്യം ഒരു യുദ്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ യുദ്ധ സമാന സാഹചര്യം ഉടലെടുത്ത് കഴിഞ്ഞാൽ കൈവയ്ക്കുക എന്നുള്ള വ്യക്തമായ സൂചന നൽകിയിരുന്നു. ഇസ്ലാമാബാദിൽ തന്നെ പ്രധാനപ്പെട്ട 2 ഇടങ്ങൾ, ഒന്നെന്ന് പറയുമ്പോൾ ഇസ്ലാമാബാദിലെ തന്നെ പാകിസ്ഥാൻ സൈനിക ആസ്ഥാനം, മറുഭാഗത്ത് ISIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഇത് രണ്ടും, അതോടൊപ്പം തന്നെ അസിം മുനീറും. ഇത് തകർക്കുന്നതോടുകൂടി തന്നെ പാകിസ്ഥാന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ശൃംഖല തന്നെ ഇല്ലാതാകും. അടുത്തതായി 2 ഇടങ്ങൾ, ഒന്ന് ഹാഫിസ് സയ്യിദിന്റെ വസതി, ഒപ്പം ലഷ്കർ-ഇ-തയ്യിബയുടെ ഉന്മൂലനം. അടുത്തതായി പറയുകയാണെങ്കിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പൂർണ്ണമായ ഉന്മൂലനം, മസൂദ് അസറിന്റെ അവരുടെ നെറ്റ്വർക്കിന്റെ തന്നെ ഉന്മൂലനം. ഇതാണ് 3ഉം 4ഉമായി ലക്ഷ്യം വയ്ക്കുന്നത്. 5ാമതായി പറയുന്നത് ലഷ്കറിൻ്റെ ആയിരുന്നാലും ജെയ്ഷെ മുഹമ്മദിൻ്റെ ആയിരുന്നാലും മറ്റ് ചെറിയ ഭീകര സംഘടനകളുടെ ആയിരുന്നാലും
പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരിലുള്ള ടെറർ ലോഞ്ച് പാഡുകൾ ഇത് പൂർണ്ണമായും നശിപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് കുതിക്കാനായി ഇന്ത്യൻ സൈന്യം ഒരുപക്ഷെ ശ്രമിക്കുക. ഈ 5 ഇടങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് സൈന്യം കൃത്യമായ തയ്യാറെടുപ്പുകളാണ്, മാസ്റ്റർ പ്ലാനുകൾ തന്നെയാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ലാഹോറിൽ കർശന സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. ഹാഫിസ് സയ്യിദിനെ നിരീക്ഷിക്കാൻ വേണ്ടി പാകിസ്ഥാൻ സർക്കാർ തന്നെ ഹൈ റെസൊല്യൂഷനുള്ള CCTV ക്യാമറകളും ഡ്രോൺ സംവിധാനങ്ങളും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ സൈന്യം, ISI, ലഷ്കർ-ഇ-തയ്യിബ അങ്ങനെ പല ലെയർ സുരക്ഷയാണ്, സംയുക്ത സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ ഹാഫിസ് സയ്യിദ് ഉള്ളത്. പാകിസ്ഥാൻ സർക്കാർ അങ്ങനെ പഴുതടച്ച സുരക്ഷയാണ് ലഷ്കർ-ഇ-തയ്യിബ തലവൻ ഒരുക്കിയിരിക്കുന്നത്. TRF പരസ്യമായി ഈ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോൾ TRFനെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്താനാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി അടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിൽ ഹാഫിസ് സയ്യിദിന് തന്നെയാണ് പ്രധാന പങ്കെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് ഇന്ത്യൻ ഏജൻസികൾ പറയുന്നത്. ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയാണ് ലഷ്കർ അനുകൂല സംഘടനയായി അറിയപ്പെടുന്നത്. 2019 രൂപീകൃതമായ സംഘടന. പഹൽഗാം ആക്രമണത്തിന് പിന്നിലുള്ളതും അവർ തന്നെയാണ്. ഇന്ത്യക്കെതിരെ ഇത്ര വലിയൊരു ആക്രമണം നടത്തിയ ഈ സംഘടനയുടെ സൂത്രധാരൻ ലാഹോറിലെ തന്നെ ആൾത്തിരക്കേറിയ മേഖലയിൽ താമസിക്കുന്നതിൻ്റെ കാരണം, സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ നടുവിൽ താമസിക്കുന്നതിൻ്റെ കാരണം സുരക്ഷ അതൊന്നുകൊണ്ട് തന്നെയാണ്. ഒരിക്കലും ഇന്ത്യ ആളുകളുള്ള നടുത്തെരുവിലിറങ്ങി ഒരു ആക്രമണം നടത്തില്ല, ഭീകരവേട്ട നടത്തില്ല എന്നുള്ള അമിതാത്മവിശ്വാസം. ഏപ്രിൽ 22 നടന്ന ഭീകരാക്രമണത്തിന് പിറകെ തന്നെ ലാഹോറിലെ ജനസാന്ദ്രതയുള്ള മൊഹല്ല ജോഹർ ടൗണിലുള്ള ഹാഫിസ് സയ്യിദിന്റെ വീടിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത്. ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങളിലൂടെ വളരെ വ്യക്തമായി തന്നെ കാണാനായി സാധിക്കുന്നുണ്ട്. കെട്ടിടത്തിന് സമീപത്തേക്ക് ഇപ്പോൾ പൊതുജനങ്ങളെ പോലും അടുപ്പിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വീടുള്ള മേഖല 3ആയി തന്നെ തരംതിരിച്ചിട്ടുണ്ട്. വീടിനടുത്ത് പള്ളിയും മദ്രസയും ഒപ്പം പുതിയൊരു പാർക്കുമൊക്കെ ഉൾപ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനുള്ളിലൊക്കെ സുരക്ഷാ സേന തന്നെയാണ് ഒളിച്ചിരിക്കുന്നതെന്നുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യ അടക്കം നിരവധി രാജ്യങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന കൊടും ഭീകരനാണ് ഹാഫിസ് സയ്യിദ്. അമേരിക്കൻ കോടതിയാകട്ടെ, അമേരിക്കൻ അന്വേഷണ ഏജൻസികളാകട്ടെ $10 മില്യൺ ഹാഫിസ് സയ്യിദിന്റെ തലയ്ക്ക് വിലയിട്ടിരിക്കുന്നത്. എന്നാൽ ഒരു തെറ്റിന്റെ പേരിൽ ഹാഫിസ് സയ്യിദ് പാകിസ്ഥാൻ ജയിലിലാണെന്ന് കാണിച്ചുകൊണ്ട് ഹാഫിസ് സയ്യിദിനെ സംരക്ഷിച്ചു പിടിക്കുകയാണ് പാകിസ്ഥാനും. അതിർത്തിയിൽ ഇന്ത്യൻ സേനയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായി പൊക്കൊണ്ടിരിക്കുകയാണ്. മേഖലയിൽ പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള വെടിവെപ്പ് അത് 50-ലധികം തവണയായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ശക്തമായി തന്നെ ഇന്ത്യ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. 2021 ഹാഫിസ് സയ്യിദിന് നേർക്ക് നേരത്തെ ഒരു ആക്രമണ സാധ്യത ഉണ്ടായിരുന്നു. കാർ ബോംബ് സ്ഫോടനമുണ്ടായതിനെ തുടർന്നാണ് സുരക്ഷ വർദ്ധിപ്പിച്ചത്. അന്ന് 3 പേർ കൊല്ലപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായിയായ അബൂ ഖത്തൽ ഈ അടുത്തായിരുന്നു കൊല്ലപ്പെട്ടത്. അതിനു പിന്നാലെയും ഭീകരന്റെ സുരക്ഷ വീണ്ടും കർശനമാക്കിയിരുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന് വീണ്ടും ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ്.